ബാക്കിയുള്ള ആളുകൾ കോർപ്പറേഷനിലേക്ക് BJP നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ് അവിടെ. പ്രതിഷേധം ഇപ്പോൾ പോലീസ് BJPയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് ഉയരുന്നത്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാം. MS അനീഷ് കുമാർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. അറസ്റ്റിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? തീർച്ചയായും വലിയ പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപകടം നടന്ന വലിയങ്ങാടിയിലാണ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകർ എത്തിയത്. അവർ പിന്നീട് കോർപ്പറേഷനിലേക്ക് മാർച്ച് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് കോർപ്പറേഷന്റെ പ്രധാന കവാടം അടച്ചു കിടക്കുമ്പോൾ മറുവശത്തൂടെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് BJP പ്രവർത്തകർ, പ്രത്യേകിച്ചും ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകർ ചാടിക്കടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അവിടെ വെച്ച് പോലീസ് ഇവരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ അതിന് വഴങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോഴും ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രവർത്തകർ ഈ കെട്ടിടത്തിന് ഉള്ളിലാണ്, നഗരസഭ കവാടത്തിനുള്ളിൽ കടന്നിരിക്കുന്നു. സാധാരണ ഗതിയിൽ തന്നെ ഗേറ്റ് വഴി അവർ അകത്തേക്ക് കടക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ ഗേറ്റ് വഴി കടക്കാതെ നേരെ മതിൽ ചാടിക്കടന്ന് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനുള്ളിലേക്ക് കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നത്. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് BJP നേതാക്കൾ. പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. നേരത്തെ വലിയങ്ങാടിയിലെ സംഭവസ്ഥലം BJP പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. പ്രവർത്തകരെ കോർപ്പറേഷൻ ഓഫീസിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോലീസ് ശ്രമിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ തന്നെ ശ്രമിക്കുന്നു. വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. വലിയങ്ങാടിയിലെ അപകടമുണ്ടായ സ്ഥലത്ത് എത്തിയ പ്രവർത്തകർ അവിടെ നിന്ന് പ്രതിഷേധ മാർച്ചായാണ് കോർപ്പറേഷനിലേക്ക് എത്തുന്നത്. കോർപ്പറേഷൻ ഓഫീസിന്റെ ഫ്രണ്ട് ഗേറ്റ് അടച്ചിട്ടത് കൊണ്ട് തന്നെ മതിൽ ചാടി അവർ അകത്തേക്ക് പ്രവേശിച്ചു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് പോലീസ് അവരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. കൊലയാളി മേയർ രാജിവെക്കുക എന്ന ആവശ്യവുമായാണ് BJP അവിടെ പ്രതിഷേധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയരുന്നു. അതേസമയം പുതിയ ഭരണസമിതിക്ക് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. പരിശോധിച്ചതിന് ശേഷം പറയാമെന്നതാണ് കൗൺസിലറും മേയറും ഒക്കെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നത്. എന്തായാലും 2024 അടച്ചുപൂട്ടണം, പൊളിച്ചു നീക്കണമെന്ന് ഉത്തരവിട്ട കെട്ടിടം എങ്ങനെ അവിടെ പ്രവർത്തിച്ചു എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഉയരുന്നു. സമാന നിലയിലുള്ള നിരവധി കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ അനധികൃതമായി അനുമതി കൊടുത്തിട്ടുണ്ട് എന്ന വലിയ ആരോപണം കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ഉയരുകയാണ്. BJP അതിൽ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. 3 പേരുടെ ജീവനമാണ് നഷ്ടപ്പെട്ടത്. ഇത് വരുത്തിവെച്ച അപകടം എന്ന നിലയിലാണ് അവിടെ തൊഴിലാളികളും മറ്റുമൊക്കെ പ്രതികരിക്കുമ്പോൾ പറയുന്നത്. വലിയ കാലപ്പഴക്കം, 70 വർഷത്തിലധികം കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. അത് ഈ രീതിയിൽ അപകടം ഉണ്ടാക്കുമെന്നത് വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ്. 2024 പൊളിച്ചു നീക്കണമെന്ന് നിർദ്ദേശിച്ചതാണ്. അതിനുശേഷവും പെയിന്റ് അടിച്ചും മറ്റുമൊക്കെ പല സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ കൈമാറി വരുന്നത് ഏത് വിധത്തിലാണ് എന്നത് അവിടെ നാട്ടുകാർക്ക് പോലും ഒരു വ്യക്തതയില്ല, തൊഴിലാളികൾക്കും ഒരു വ്യക്തതയില്ല. എന്തായാലും അവരുടെയൊക്കെ ജീവന് ഭീഷണിയായി ഇതുപോലെ നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട് എന്നതാണ് പറയുന്നത്. ഇപ്പോൾ BJP വീട്ടിലേക്കാണോ പോയത്?
മേയർ മറുപടി പറയട്ടെ, ഇതിന് ലൈസൻസ് കൊടുത്ത സെക്രട്ടറി മറുപടി പറയട്ടെ. അത് പറയുമ്പോ ഈ ഇലക്ഷനിൽ ഇവിടെ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു CIക്ക് വല്ലാത്ത വേജാറ് BJPക്കാർ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണോ പോയെ? അതുകൊണ്ട് ഞങ്ങള് ഒരു മറുപടി വേണം. ഇവിടെ നിന്നാ മറുപടി കിട്ടേണ്ടത്. ആദ്യം മേയർ പറഞ്ഞത് കാലപ്പഴക്കമുണ്ട്, അത് പൊളിക്കാൻ ആലോചിച്ചിരുന്നു എന്നാണ്. പക്ഷെ ഒടുവിൽ മേയർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് ലൈസൻസ് നൽകിയത് കെട്ടിടം അൺഫിറ്റ് അല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. നിങ്ങളറിയോ, ഈ നഗരഹൃദയത്തിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിന് 2 കൊല്ലമായി ടാക്സ് അടക്കാത്ത ഒരു കെട്ടിടത്തിൽ പരിപാടി നടത്താൻ 5:30 മണിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് യോഗം ചേർന്ന് 2 ആഴ്ച മുമ്പ് അനുവാദം കൊടുത്ത മേയറായത്. സെക്രട്ടറി അവിടെ ഉള്ളേ. ഇവരിൽ നിന്ന് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. ഏത് DYFI നേതാവ് CIയുടെ രൂപത്തിൽ വന്നാലും ഞങ്ങൾ അങ്ങ് ജയിലിലിടുവെന്നല്ലാതെ പുറകോട്ട് പോകില്ല. ഈ പാവങ്ങളുടെ ജീവൻ കുടുംബം, ആ കഴിഞ്ഞ തവണത്തെ കൗൺസിലിൽ ഉണ്ടായിരുന്ന അന്ന് ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് കണ്ടെത്തി നടപടിക്ക് ശുപാർശ വന്നതാണ്. ഇതുപോലെയുള്ള ഒരു കെട്ടിടമല്ല, നിരവധി കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഞങ്ങൾ ധനകാര്യ കമ്മിറ്റിയിൽ ഇരുന്ന സമയത്ത്. ലൈസൻസ് പുതുക്കാൻ വരുന്ന സമയത്ത് കെട്ടിടം അൺഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പുതുക്കി പണിതുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് അത് ലൈസൻസ് പുതുക്കാവൂ എന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ന് വരെ ഒരു കെട്ടിടങ്ങൾക്കെതിരെയും നടപടിയെടുക്കാൻ ഇവിടെയുള്ള സെക്രട്ടറിയോ ബഹുമാനപ്പെട്ട മേയറോ ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല. ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസിന് അനുസൃതമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളുവാൻ ഇന്ന് വരെ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ജീവൻ പൊലിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും നാണം കെട്ടിട്ടുള്ള സാഹചര്യത്തിലേക്ക്, ഏറ്റവും ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇന്ന് നീങ്ങിയിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ വിഷയം കൗൺസിലിൽ വന്നിട്ടുള്ളതായിരുന്നു. കെട്ടിടം അൺഫിറ്റ് ആണ് എന്നുള്ളത് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയതാണ്. ആ അൺഫിറ്റ് ആയിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതുക്കി പണിയേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് കോഴിക്കോട് കോർപ്പറേഷനാണ്. സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട്, ബഹുമാനപ്പെട്ട മേയർക്കും അതിന്റെ ഉദ്യോഗസ്ഥർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇതിൽ നടപടി ഉണ്ടാവാതെ പോയതെന്ന് നിങ്ങൾ കരുതുന്നു? ഒരു നടപടിയും സ്വീകരിച്ചതായിട്ടില്ലല്ലോ. നിരവധി കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇങ്ങനെ നടപടികൾ സ്വീകരിക്കുന്ന ഒരു രീതി കോഴിക്കോട് കോർപ്പറേഷൻ ഇല്ല. ചെറിയ വീടുകള്, ചെറിയൊരു ബങ്കുകൾ അതൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വീട് അതിന്റെ ചോർച്ച തടയുന്നതിന് വേണ്ടി ഒരു ഷീറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ മുന്നിൽ നിൽക്കാറുണ്ട്. എന്നാൽ കോർപ്പറേഷന്റെ തന്നെ അധീനതയിലുള്ള കെട്ടിടങ്ങളിൽ ഏറ്റവും വലിയ അനാസ്ഥയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പ്രതിഷേധിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വൻ പ്രതിഷേധമാണ്. കൊലയാളി മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം. അതേസമയം തന്നെ പോലീസ് അതിക്രമത്തിനെതിരെയും വലിയ പ്രതിഷേധമുയർത്തുകയാണ് BJP. 3 തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. അവിടെ വലിയങ്ങാടിയിൽ അപകടമുണ്ടായ സ്ഥലത്തെത്തി അവിടെ സന്ദർശിച്ചതിനു ശേഷമാണ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ ഇപ്പോൾ കോർപ്പറേഷന് സമീപത്തേക്ക് എത്തിയത്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് അവർ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു. പോലീസ് അവരെ തടഞ്ഞു, ബലം പ്രയോഗിച്ച് പുറത്താക്കി, ഗേറ്റ് പൂട്ടി. ആ സാഹചര്യത്തിലാണ് അവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. നിരവധി കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ അനുഭവങ്ങൾ തങ്ങൾക്ക് അറിയാമെന്നവർ ചൂണ്ടിക്കാട്ടുന്നു. അവിടെയൊക്കെ അനധികൃതമായി ഈ കെട്ടിടങ്ങൾ പ്രവർത്തിക്കാൻ കോർപ്പറേഷൻ മൗനാനുമതി നൽകുന്നു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നത്. തൊഴിലാളികൾക്കും സമാനമായ അഭിപ്രായം തന്നെയാണുള്ളത്. നിരവധി കെട്ടിടങ്ങളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.